ഞാനിപ്പോൾ എപ്പോഴേ ഈ കഥ അടച്ചിട്ടിട്ടാണ് വരുന്നതിലേക്ക് ഇവരെനിക്ക് പണി തരും. ഒന്നല്ലെങ്കിൽ ടി വിയുടെ സൗണ്ട്, ടി വി അകത്ത് വെച്ച ഒരു സിനിമ കാണുന്നു, പാട്ടൊക്കെ കാണും കേട്ടോ. ചിലപ്പോൾ അമ്മാവനെ എനിക്കിട്ട് പണി എന്നാ എനിക്ക് അറിയത്തില്ല കേട്ടോ. നേരെ ഇരി, രാവിലെ എന്തോ നിനക്ക് കുരുത്തക്കേട്, നേരെയാണോ ഇരിക്കുന്നേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് കേട്ടോ. ഉറുമ്പൊക്കെ കടിക്കുന്നു, കുഞ്ഞുറുമ്പ് എല്ലായിടത്തും ആയോ. കുഞ്ഞുറുമ്പ് എന്നെ ഇടയ്ക്കിടയ്ക്ക് കുശുമ്പ് പിടിച്ച് ഉറുമ്പും കാക്കയും വീച്ചയും മനുഷ്യപ്പിള്ളാരും എല്ലാവരും എന്നെയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കും കേട്ടോ. അപ്പോഴെന്താ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നാട്ടിലും പുറത്തെ വീട്ടമ്മയുടെ കുഞ്ഞു വിശേഷങ്ങൾ. നല്ല വെയിലൊക്കെ ആയി ഇവിടെ കേട്ടോ. പിന്നെ എന്താ, ഇന്നലെ മഴ പെയ്തില്ല, മഴയൊക്കെ വന്ന് കളിപ്പിച്ചുകൊണ്ടൊക്കെ പോയി. മെനഞ്ഞാന്ന് നല്ല മഴ പെയ്തില്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്താ വിശേഷങ്ങൾ? അമ്പലത്തിലെ സപ്താഹം നമുക്ക് ഇന്നും കൂടെ ഉള്ളു കേട്ടോ. ഇന്ന് അവസാനത്തെ ദിവസം. പിന്നെ നമുക്ക് എന്നാ 10-ാം ഉദയം തിങ്കളാഴ്ചയാണെന്ന് തോന്നില്ലേ. അപ്പോഴും നമ്മുടെ സപ്താഹം കഴിഞ്ഞ് നമ്മുടെ ഉത്സവം അവസാനിക്കുവാണ് കേട്ടോ. നമ്മുടെ ഈ അമ്പലത്തിലെ ഇവിടെ ഉത്സവമുള്ളൂ, നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് കേട്ടോ. പിന്നെ വേറെ ഉണ്ട്, അമ്മയുടെ നാട്ടിലൊക്കെ ഉണ്ട് ഉത്സവം. ഇങ്ങനെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉത്സവമുണ്ട്, മേടത്തിലാട്ടോ അത് ഉത്സവം. അപ്പോഴും നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഉത്സവങ്ങൾ തീരുക. നമ്മുടെ ഇവിടുത്തെ സപ്താഹവും കഴിഞ്ഞ് ഉത്സവം കൂടെ കഴിയുമ്പോൾ ഇനി നമ്മൾ ഒരു വർഷം കാത്തിരിക്കണം ഉത്സവത്തിനല്ലേ. അപ്പോഴൊരു വർഷം കാത്തിരിക്കാം നമുക്ക് അല്ലേ. പിന്നെന്താ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല കമൻ്റൊക്കെ അയച്ചിരുന്ന എൻ്റെ ചേച്ചിമാർ, അമ്മമാർ, അനിയത്തിമാർ, ചേട്ടന്മാർ, അനിയന്മാർ, അച്ഛന്മാർ, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? കുട്ടിമണികളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇന്നലെ ഒരു കുട്ടിമണി എന്നെ പിടിച്ചങ്ങ് നിർത്തി, എന്നെ വിടത്തില്ല. എൻ്റെ ഈ കുപ്പിവെള്ള കണ്ടപ്പോഴത്തേന് ആളോ ഭയങ്കര സന്തോഷം. അതേ ഇങ്ങനെ ഇട്ട് കിലുക്കിക്കൊണ്ട് നിൽക്കും. എന്നെ വിടുന്നില്ല. ഞാൻ അന്നേരം പറഞ്ഞേ, ഞാൻ ഇന്ന് മോടെ കാര്യം ഞാൻ പറയുന്നുണ്ട് വീഡിയോക്കകത്ത്. എന്നെ വിട്ടില്ല കേട്ടോ. ഈ ചുമന്ന വളയിലായിരുന്നു, കറുത്ത വള അങ്ങനെ ഇങ്ങനെ തട്ടിയില്ല. ഇതിനകത്തിട്ടായിരുന്ന ആള് കേട്ടോ. ഇങ്ങനെ ഇട്ടങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കുപ്പികളെ. എന്നെയാണോ എന്തോ കുപ്പികളെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആളിന്. അപ്പോഴേ ഇന്ന് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു പോയിക്കോ. നമുക്ക് റാസ വരുന്നിടത്ത് നമുക്ക് കാണണം. അപ്പോഴെന്നോട് ആള് പറയാം, ഞാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കണം ഇന്ന് നമുക്ക്. നമ്മുടെ അടുത്തുള്ള കുഞ്ഞുമാവന്മാരാണ് കേട്ടോ. അവരുമായിട്ടാണല്ലോ ഞാൻ കൂടുതലും ചങ്ങാത്തം. കുട്ടിമണികളുമായിട്ടെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരുടെ സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചുങ്ങളുമായിട്ടാണ് കൂട്ടും. പിന്നെ വയസ്സായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമാണ് എൻ്റെ അടുത്ത കൂട്ടുകാർ. എല്ലാ അമ്മൂമ്മമാർക്കും എന്നെ ഇഷ്ടമാണ്. ഇവിടുത്തെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കൊക്കെ എനിക്ക് അവർക്ക് എന്നോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, കഥയും പറഞ്ഞിങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകണ്ടേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ക്യാമറ തിരിച്ചു വയ്ക്കട്ടെ? ക്യാമറ തിരിച്ചു വയ്ക്കട്ടെ? അവരെന്നെ കളിയാക്കും. നമ്മുടെ ചേട്ടന്മാർ ഇവിടെ തട്ടിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനേ അവർ പറക്കണം. ഞാൻ പറഞ്ഞതേ, ഞാൻ ക്യാമറ അങ്ങോട്ട് വെച്ചപ്പോൾ ഭയങ്കര വെട്ടം അടിക്കുന്നുണ്ട്, കാണുന്നില്ല, എന്നെ തന്നെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വെച്ച്. അവർക്കറിയാം ഞാൻ വീഡിയോ എടുക്കുമെന്ന് കേട്ടോ. പാത്തു നിന്നു. നമ്മൾ രാവിലെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുളിയും അടിച്ച് നനച്ച് കുളിച്ചു. നമുക്ക് മുല്ലപ്പൂ വെക്കണ്ടേ? ആരാ അത്? അയ്യോ, ഇന്ന് പശു സമ്മതിച്ചില്ല. ഞങ്ങളുടെ പശു പാല് തന്നില്ലെന്ന്. എന്തുവാ? ചായ ഇല്ലയോ ഒന്ന്? നമുക്ക് നമ്മുടെ മുല്ലപ്പൂ കെട്ടണ്ടേ. അവിടെ എനിക്ക് സമയമില്ലെങ്കിൽ അവർ ആരെങ്കിലും എനിക്ക് പൂ പറിച്ചുകൊണ്ട് തരും കേട്ടോ. ഇന്ന് കള്ളി ഈ മുല്ല തീരാറായി. നമ്മുടെ ഈ മുല്ലപ്പൂ തീരാറായി കേട്ടോ. കുറച്ചേ ഉള്ളൂ. അപ്പോൾ മോനെ എനിക്ക് പറിച്ചുകൊണ്ട് വന്നേ.
ഹലോ രാവിലെ ഭയങ്കര ചൂട് കൊണ്ടെന്ന് നമ്മുടെ പള്ളിയിലെ റാസ കേട്ടോ, റാസ കാണാൻ വൈകിട്ട് പോകണം. എന്തുവാ എത്തി നോക്കുന്നു? ഞാൻ വീഡിയോ എടുക്കുവാണോ? ഞാൻ അങ്ങോട്ട് വരും, അവിടെ നിൽക്കേ. അവര് മതിൽ വഴി എത്തി നോക്കുന്നത് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുവാണ്. പിന്നെ നമ്മുടെ റാസ കാണാൻ പോണം കേട്ടോ. മഴയൊന്നും ഇല്ലാതെ ഇരിക്കണേന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നും ഉണ്ട് നാളെയുണ്ട്, കാണാൻ പോണം. ഇന്നലെ നമുക്കിവിടെ മഴ പെയ്തില്ല കേട്ടോ. രാവിലെ ചോറായി, എനിക്ക് മീൻകറിയായി. കുളിക്കുന്നതിന് മുമ്പ് മീനൊക്കെ അങ്ങ് വെച്ചു. എന്നുവെച്ചാൽ അമ്പലത്തിൽ പോകണ്ടേ, നമ്മുടെ സരസുവിന് ചോറ് കൊടുക്കണമല്ലോ. അപ്പോഴും മീൻ ചുമന്ന മീനായിരുന്നു, അതൊക്കെ കറി വെച്ചു. അതൊക്കെ കറി വെച്ചു. ഉച്ചയ്ക്ക് പിന്നെ അമ്പലത്തിൽ പോകണം. ദോശയും ചമ്മന്തിയും അത് കഴിക്കണം. ദോശയും ചമ്മന്തി ഒത്തിരി ദിവസമായി ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പോഴേ നമുക്ക് എന്തായാലും എനിക്ക് ഇച്ചിരി പൂ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. നമ്മുടെ മുറ്റത്തുണ്ടല്ലോ പൂവ്, അപ്പോഴതുകൊണ്ട് നമുക്ക് ഇച്ചിരി മുല്ലപ്പൂവൊക്കെ കോർത്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആരോ വേറൊരു മുല്ല കാണിച്ചില്ല. പണ്ട് ആ മുല്ല ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ പപ്പ വരും. ഇതുവഴിയൊക്കെ വന്ന ക്യാമറക്കകത്ത് പെടുവേ. എന്നോട് ചോദിക്കുന്നത് നിനക്ക് എപ്പോഴും ഇതേ ഉള്ളത് വരും, ഞാൻ വരുമ്പോഴല്ല ഇങ്ങനെ നിനക്ക് വീഡിയോ കാണല്ലോ. എവിടെ കൊണ്ടുപോയതാ? എവിടെ കൊണ്ടുപോയതാ? ഇങ്ങനെ ഇച്ചിരി വെച്ചാലുണ്ടല്ലോ. അയ്യോ എന്തൊരു മണവാ എൻ്റെ സാറേ, എന്തൊരു മണവാന്നറിയാവോ എൻ്റെ പൊന്നേ. എന്ത് ചെയ്യാൻ, ഇത്രയും പൂ വെച്ചിട്ട് ഈ മൊട്ടത്തലയ്ക്കകത്ത് ഒരു ശകലം പെയിൻ്റ് ഇരുന്നില്ലെന്ന് എനിക്ക് അതിശയം പിള്ളേരെ, അതിശയം കേട്ടോ. ഒരു ശകലം പേന കിട്ടുന്നില്ല. ആരൊക്കെയോ 2 കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞ്, ചേച്ചി എൻ്റെ മക്കളെ പറഞ്ഞു വിടാൻ പേന വേണം. ഞാനിതുവരെ കണ്ടില്ല. 2-3 ദിവസമായി എൻ്റെ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടൂ. ഞാൻ കണ്ടവരെ കേട്ടോ, ഷോർട്ടിലാണെന്ന് തോന്നുന്നു, 2 പേരെയും കണ്ടു കേട്ടോ. അപ്പോഴേ പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞു. അടുത്ത പരിപാടി നമുക്ക് ദോശ കഴിക്കണ്ടേ. പട്ടിണി ഇരുന്ന് വീഡിയോ എടുക്കണമെന്നോ അല്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദോശ കഴിക്കണം. പിന്നെ എനിക്ക് കടുക് വറക്കാനുള്ള മുളക് കഴുകിയിടണം, ഉലുവ കഴുകിയിടണം. കടുക് ഇന്നാൾക്ക് കഴുകി വെച്ച് ഉണക്കിയത് ഇരിപ്പുണ്ട്. പിന്നെ ജീരകം ഇരിപ്പുണ്ട്. മഴയ്ക്ക് മുമ്പ് ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് കഴുകി പറക്കി വെച്ചാൽ എന്ത് എളുപ്പമാണെന്നറിയാവോ. ഞാനിങ്ങനെ അങ്ങനെ വേണം നമ്മൾ വീട്ടമ്മമാരെല്ലാം നോക്കി കണ്ട് നേരത്തെ അങ്ങോട്ട് ചെയ്ത് വയ്ക്കണം മഴയ്ക്ക് മുമ്പേ. അപ്പോൾ മുളക് ഉണക്കണം, മുളക് കഴുകി വെക്കണം. കടുക് വറക്കാനുള്ളത് ഞാൻ കടുക് വറക്കാനുള്ളത് വേറെ വാങ്ങിച്ച് കഴുകി ഇങ്ങനെ ഉണക്കി വെക്കും. എളുപ്പമാണല്ലോ പണി. അപ്പോൾ നമുക്ക് പോകാം. മുളകൊക്കെ പറകി വെച്ച് വെയിൽ കാണും. നമ്മൾ ദോശപ്പാപ്പം കഴിക്കാൻ പോകട്ടോ. എല്ലാവരും പാപ്പമൊക്കെ കഴിച്ചു. രാവിലെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, ദോശപ്പാപ്പം കഴിച്ചോന്ന്. ഒരു ദോശ ഇനി എങ്ങാണം ഞാൻ അടുക്കളയിൽ നിന്ന് കട്ടെങ്ങാണം തിന്നെന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അടിയുണ്ട് കേട്ടോ. ഒരു ദോശ എടുത്തത്. അതേ നമ്മുടെ ചമ്മന്തി, ദോശ ചമ്മന്തി. ഇന്ന് സാമ്പാറൊന്നും വെച്ചില്ല കേട്ടോ. എനിക്ക് ചില ദിവസം ഈ ചമ്മന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോഴാണ് ഞാനിങ്ങനെ ഈ ചമ്മന്തി കഴിക്കുന്നത്, ഉണ്ടാക്കുന്നത്. ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നൊരു സംശയം. കറക്റ്റാണ്. ഉപ്പ് കൂടുതലാണെങ്കിൽ നമ്മുടെ സരസ് വയലൻ്റ് ആവും കേട്ടോ. സരസ് പറയും അവള് മഹാലക്ഷ്മിയെ നിറച്ച് വെച്ചേക്കും അതും പറഞ്ഞ് പറഞ്ഞിക്കകത്തുനിന്ന് ഉള്ള ഉപ്പെല്ലാം കൂടെ ചമ്മന്തിക്കകത്ത് എടുത്തിരുന്നത്. ഇപ്പം നമ്മുടെ അണ്ണനും അങ്ങനെ കണ്ടുപിടിച്ചേക്കും കേട്ടോ. കറിക്ക് ഉപ്പാണെങ്കിലേ ഞാനെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നാളെ പറഞ്ഞില്ലേ മഹാലക്ഷ്മി വരുമെന്നും പറഞ്ഞ് ഉപ്പ് നിറച്ച് വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ഉപ്പ് ഓടുമ്പോൾ ഇങ്ങനെ പറയുന്നത് അമ്മയും മോനും ഒരു കൈയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നി കേട്ടോ. നല്ല സോഫ്റ്റ് ദോശ കേട്ടോ. ഉഴുന്നൊക്കെ കൂടുതൽ ഇട്ടതാ.
ഇപ്പുറത്ത് മാങ്ങ പറിക്കുന്നു, പഴിപ്പിക്കാനാന്ന് തോന്നുന്നു കേട്ടോ. ഇത് മാലയ്ക്കകത്ത് വായിന്ന് കപ്പലൊക്കെ ഓടുന്നുണ്ട്. കഴിക്കുമ്പം തുപ്പല് കറിക്കത്തില്ലേ. പിന്നെ എനിക്ക് ചമ്മന്തിക്കകത്ത് വേറൊരു സംഭവം ഭയങ്കര ഇഷ്ടം. ഏതാണെന്നറിയാമോ? ഞാൻ കാണിക്കാം. ഇത് കടുക് വറക്കാനുള്ള മുളകുണ്ടല്ലോ, കടുക് വറക്കുന്നോ മുളകുണ്ടല്ലോ, ആ മുളക് അങ്ങോട്ട് ഈ ചമ്മന്തിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേ. എൻ്റെ സാറ് എന്തൊക്കെ ഇടുകയെന്നറിയുമോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതെന്ന് വെച്ചാൽ മൂത്ത് വരുന്നതല്ലേ, ആ മുളക് മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കാണ്. ആ ഒരു പ്രത്യേകതരം രുചിയാട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി നേരടി കഴിക്കണം കേട്ടോ. ഞാൻ ഒരു പഴംകൂട്ടത എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ദോശയും ഒരു പഴവും. ഉച്ചവരെയൊക്കെ അതൊക്കെ മതിയാണ്. എൻ്റെ ഈച്ചപ്പോ പലരും വിചാരിക്കും കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കണം, ഓടിക്കണം. ശരാ ചമ്മന്തി അധികം കിടക്കുന്നു, സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യില്ല. ചാന്ത് കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുഴച്ച് നമുക്ക് കഴിക്കല്ലേ. നമ്മുടെ അണ്ണൻ്റെ പണി സൈറ്റിൽ ചാന്ത് കുഴക്കത്തില്ല, അത് വന്നിട്ട് നമുക്ക് കുഴച്ച് കഴിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. ആ സൂപ്പറാണ് കേട്ടോ. ഇന്നത്തെ ദോശ ചമ്മന്തി കിടുവാണ്. അപ്പോൾ കൂടെ തന്നെ നമുക്കൊരു കുഞ്ഞമ്പഴം തിന്നാം കേട്ടോ. ഇത് മതി ഉച്ച കഴിക്കും. ചില ദിവസം ഞാൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. ചില ദിവസം കഴിക്കാൻ തന്നെ മടിയാ. നല്ല വെയിലായിപ്പോയാണെങ്കിൽ മുളക് കഴുകി കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ ചെടിക്ക് അനങ്ങും വേണ്ട, കാറ്റടിച്ച് നല്ല കാറ്റുണ്ട് കേട്ടോ. അത് നമുക്ക് മുളക് കഴുകാൻ വന്നതാണ്. ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ മുളക് കഴുകാൻ വന്നതാ. കവറിൽ നിന്ന് എടുത്ത പോലും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഉണങ്ങിക്കോളും. നല്ല ചൂടല്ലേ, നല്ല വെയിലല്ലേ, പെട്ടെന്ന് ഉണങ്ങിക്കോളും. ജീരകവും ഉലുവായും എല്ലാം കഴുകി വെക്കണം. എനിക്ക് എല്ലാം കഴുകിയൊക്കെ എടുക്കണം കേട്ടോ. എനിക്ക് കൊച്ചുങ്ങൾ അങ്ങനെ കേട്ടോ, അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത കൊച്ചുങ്ങളാണെന്ന് പറയും നമ്മളൊക്കെ. നല്ല അഴുക്കുണ്ട്. നമുക്ക് 2 പ്രാവശ്യം ഒന്ന് കഴുകണം കേട്ടോ. ഭയങ്കര അഴുക്ക ഇതിനകത്ത്. നമുക്ക് അറിയത്തില്ലല്ലോ ഇതൊക്കെ എവിടൊക്കെ ഇട്ട് ഉണക്കുന്നതാണ്. ആദ്യത്തെ വെള്ളം കളഞ്ഞിട്ട് കേട്ടേ. രണ്ടാമത്തെ വെള്ളം നമ്മൾ എടുത്ത് കേട്ടോ. നല്ല മുളക് കേട്ടോ, നല്ല മുളക. സൂപ്പർ കുടുമുളക ഉള്ളത് കേട്ടോ. പിരിയനാണോ പാണ്ടിയാണോ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? ഞാൻ പിന്നെ നമ്മുടെ അങ്ങനെ ഏതെങ്കിലും കൊണ്ടുവരും, അതെടുക്കും. മുളക് അവർക്ക് തരും. പിരിയനോ പാണ്ടിയെന്നൊന്നും ഞാൻ നോക്കത്തില്ല, കടുക് വറക്കാനുള്ളതല്ലേ. അപ്പോഴേ അതേയോ രണ്ടാമത് നമ്മുടെ കഴുകി കേട്ടോ. അയ്യോ അഴുക്കുണ്ട് കേട്ടോ. ഒക്കെ സൂപ്പർ വേണം കേട്ടോ. എല്ലായിടത്തും ഈച്ചയൊക്കെ ആയ മാങ്ങ പഴുത്തത്, പേരയ്ക്ക പഴുത്തത്, ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ വെറുതെ നിന്നാലും മതി, ഈച്ച നമ്മളെ വട്ടം ഇട്ട് ഓടിക്കും. ഓടിക്കോ ഈച്ചയെ. ഞാൻ ഇട്ടിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ മൊബൈലൊക്കെ അവിടോട്ട് കൊണ്ടുപോയാലുണ്ടല്ലോ പൊട്ടിത്തെറിക്കും. മേളിലിടണോ താഴെ ഇടണോ? മേളിലിട്ട് പെട്ടെന്ന് ഉണങ്ങുമല്ലോ. ആർക്കാവും കയറാൻ രാവിലെ. എനിക്ക് വയ്യ. അമ്മൂമ്മയ്ക്ക് കാലിൻ്റെ മുട്ട് വയ്യ കേട്ടോ. അമ്മൂമ്മയ്ക്ക് കാലിൻ്റെ മുട്ട് വയ്യ, അതൊന്നും മേളിൽ കയറുന്നില്ല. ഇട്ടിട്ട് വരട്ടെ കേട്ടോ. വിഷു കഴിഞ്ഞു. എല്ലാവരും കണിയൊക്കെ വെച്ചത്, എല്ലാവരും കണിയൊക്കെ എടുത്തത്, കണി വെച്ചത് എടുത്ത് കൂട്ടാനും കറിയൊക്കെ വെച്ച് കാണും കേട്ടോ. ഞാൻ ദേ ഇങ്ങനെ എല്ലാം വെച്ചുകൊണ്ടിരിക്കും, ഒന്നും എടുത്തില്ല. നമ്മുടെ കുഞ്ഞു മത്തങ്ങക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നു, പിന്നെ വെള്ളരിക്ക ദേ ഇവിടെ ഇരിക്കുന്നു, കുഞ്ഞു ചക്ക ദേ ഇവിടെ ഇരിക്കുന്നു. ഇതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അമ്മ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ.
ചിലപ്പോൾ മക്കളും വരുമല്ലോ. അപ്പോഴും കൂട്ടാനും കറി നമ്മൾ കുറച്ച് മാത്രമേ വെക്കത്തുള്ളൂ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അധികം കിടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ട് കറികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ ഇന്നും കൂടെ ഉള്ളല്ലോ നമ്മുടെ സപ്താഹം. ഇനിയിപ്പം നമുക്ക് നാളെ മുതൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം. ഇതൊക്കെ എടുക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ പന്നലായിപ്പോഴത്തേക്ക്. പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കൈതച്ചക്ക എടുത്തില്ല, കൈതച്ചക്ക ഫ്രിഡ്ജിൽ ഇരിക്കുന്നു കേട്ടോ. പിന്നെ മാങ്ങായും ഓറഞ്ചും ആപ്പിളും മുന്തിരിങ്ങയും അതൊക്കെ നമ്മൾ പിന്നെ ഇച്ചിരിച്ച കഴിച്ചു. പക്ഷെ ഈ കൂട്ടാൻ വയ്ക്കാനുള്ള സംഭവങ്ങൾ തേങ്ങയും എടുത്തില്ല കേട്ടോ. തേങ്ങ എന്ത് അപ്പുറത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് നാളെ മുതൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് നേരത്തെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ, മലപ്പുറം ഷാനി. പക്ഷേ അച്ഛനും ഷാനി ഇപ്പം വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സന്തോഷം പറയട്ടെ, ഷാനിക്ക് 5 ആൺമക്കൾ കേട്ടോ, 5 ആൺമക്കൾ. അപ്പോൾ മൂത്ത മോൻ 23 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. ഞാൻ വീഡിയോ ഇടുന്ന സമയം മുതൽ എനിക്ക് ഷാനി കമൻ്റൊക്കെ അയക്കായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഈ 5ാമത്തെ പ്രഗ്നൻ്റ് ആ സമയത്തൊക്കെ ആയപ്പോഴത്തേന് ആള് അങ്ങനെ അങ്ങോട്ടും വീഡിയോ ചെയ്യാതൊക്കെ വന്നു. പിന്നെ കുഞ്ഞാവയൊക്കെ ഉണ്ടായി. അപ്പോഴും ഞാൻ എന്താ അടുത്ത 5ാമത്തെ കുഞ്ഞാവ. അപ്പോഴും കടയൊക്കെ ഉണ്ടായിരുന്നു ഷാനിക്ക് കേട്ടോ. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരു കുഞ്ഞു മോളെ കൊടുക്കണമെന്ന്. പക്ഷേ ആ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല കേട്ടോ. 5ാമത്തെ വാവായും മോനായിരുന്നു കേട്ടോ. അപ്പോഴതുകൊണ്ട് വിഷമമൊന്നുമില്ല. തമ്പുരാനെ ഒരാമത്തും കൂടാതെ ഷാനിക്ക് കൊടുത്തു കേട്ടോ. ഇപ്പം പിന്നെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല വീഡിയോ ആയിരുന്നു ഷാനിയുടെ. നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. മുഖമൊന്നും കാണിച്ചല്ല വീഡിയോ ചെയ്യുന്നത്. അത് ആളിനെ കാണാം, പക്ഷെ തട്ട വിടുന്നത് കൊണ്ട് നമുക്ക് മുഖം കാണത്തില്ലല്ലോ. എന്നാലും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് മുഖം കാണാൻ. എന്നാലും 2-3 എണ്ണത്തിനകത്ത് പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് മോൻ്റെ കൂട്ടുകാർ പലഹാരം വയറ് കാണൽ ചടങ്ങ് അങ്ങനെ വയറ് കാണാൻ വന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അപ്പോഴും പിന്നെ ഞാൻ ഇച്ചിരി മുഖം കണ്ടു കേട്ടോ. നല്ല കൂട്ടായിരുന്നു. ഞങ്ങൾ ഈ കായ്ക്ക് ഷോപ്പും തയ്യൽ സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമായിട്ടിപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കും, ഷാനി പ്രസവിച്ച അങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. കുഞ്ഞുമാവ മോനാണെന്ന് പറഞ്ഞിട്ട് ഒരു അവസാനം ഒരു വീഡിയോ ഇട്ട്. അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ ഒരു വയസ്സായോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും. പിന്നെ അനിയത്തിക്ക് ഒരു ചാനലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഷാനിയെ തിരക്കിയെന്നൊക്കെ പറഞ്ഞ് അനിയത്തിക്ക് ഞാൻ കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ഇതായിരുന്നു ഷാനിയുടെ കാര്യം. ഇപ്പോഴാണ് ഞാനത് ഓർത്തത് കേട്ടോ. പിന്നെ നേരത്തെ നമ്മുടെ അണ്ണനും ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച് തേൻ വാങ്ങിച്ചത് തീർന്നുപോയി. അപ്പോഴും നമ്മുടെ അങ്ങാടിക്കടയിൽ പോയി ഇതൊക്കെ ഒറിജിനൽ തേനാണ് കേട്ടോ, അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോഴും അങ്ങനെ തൂക്കി വാങ്ങിച്ചോണ്ട് വന്നേ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നമുക്ക് ഇതൊക്കെ ഫേഷ്യൽ ചെയ്യാനല്ലേ. ഒറിജിനൽ അല്ല, മറ്റേ ചെറിയ കുപ്പിയിലേ ഞാൻ വാങ്ങിയത്. അതിന് രാവിലെ അങ്ങാടിക്കടയിൽ പോയി എനിക്ക് തേൻ വാങ്ങിച്ചുകൊണ്ട് തന്നു. പിന്നെ അപ്പോഴും ഞാൻ പിന്നെ മറന്നുപോയി കാപ്പിപ്പൊടിയുടെ കാര്യം. അപ്പോഴും പിന്നെ കാപ്പിപ്പൊടി ഇച്ചിരി കൊണ്ടുവരേന്ന് പറഞ്ഞു. നമ്മൾ മറ്റേത് ബ്രൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതും ഒറിജിനൽ കാപ്പിപ്പൊടി കേട്ടോ. കാപ്പിക്കുരു മാത്രം അവർ ചെയ്ത് എടുക്കുന്നതായിട്ടോ. അത് എവിടുന്നോ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ തൂക്കി ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തിനാ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നേ. അപ്പോഴത്തെ ഇതിന് മണമാണെന്നറിയാം ഈ കാപ്പിപ്പൊടിക്ക്. ഇത് ഒറിജിനൽ കാപ്പിപ്പൊടി കേട്ടോ, ഒറിജിനൽ കാപ്പി ഇട്ടുള്ള. എന്താ മണമെന്നറിയത്തില്ല എൻ്റെ സാറേ. ഇതിപ്പോൾ തന്നെ വാരി തിന്നാൻ തോന്നി. എനിക്ക് കാപ്പിപ്പൊടിയുടെ മണം ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാനതിന് വഴക്ക് പറഞ്ഞത് ഒരു മിനിറ്റ് എനിക്ക് ഇത് വേണ്ടായിരുന്നല്ലോ, മറ്റേത് വാങ്ങിച്ചോട്ട് തന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കിട്ടിയതാട്ടെ നമുക്ക് ഇരിക്കാം. ഒറിജിനൽ തേനാട്ടോ. അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്നത് എനിക്കറിയത്തില്ല, കെമിക്കലൊക്കെ ചേർക്കുന്നു. പക്ഷെ ഇത് ഈച്ച മിക്കവാറും എന്നെ കൂട്ടത്തോടെ ഓടിക്കുമെന്ന് തോന്നിയേട്ടോ. ഇവര് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടത്തില്ല കേട്ടോ. സൂപ്പറാട്ടോ. തേൻ, ഒറിജിനൽ തേൻ വേണ്ട. കുപ്പി എൻ്റെ ഇരിക്കും കുപ്പി. ഇനി ഇവിടെ ഞാൻ വെക്കുന്ന പരിപാടിയില്ല. ഇവിടെ കുട്ടിച്ചാത്തന്മാരെ കൂടുതലായിട്ട് കറങ്ങുന്ന ഒരു ഏറിയാണ്. ഇത് ഞാൻ പാത്ത് കൊണ്ടുപോയിരിക്കട്ടെ. ഇത് ഞാൻ കൊടുക്കത്തില്ല കേട്ടോ.
അങ്ങനെ ദേ ഇന്നലെ കൊണ്ടുപോയ നമ്മുടെ സാരി ഞാൻ കഴുകത്തില്ല കേട്ടോ. ഇങ്ങനെ ഉണക്കി പറക്കി അങ്ങോട്ട് വയ്ക്കത്തതേ ഉള്ളൂ. കോട്ടൺ സാരി ആയതുകൊണ്ട് ഇല്ല, നല്ല രസം, എനിക്കിഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സാരിയെ. കോട്ടൺ ചൂടെടുക്കത്തില്ലെന്ന് വിചാരിച്ചു ഇന്നലെ. പിന്നെ ഇതൊക്കെ വാരി ചുറ്റി ചിലയൊക്കെ ചുറ്റിക്കണ്ട നമ്മൾ പോയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കളറ്. തിരിച്ചിട്ടേക്കുക. സൂര്യപ്രകാശം ഒരുപാട് അടിക്കണ്ടെന്ന് വിചാരിച്ചു ഒന്ന് ഉണക്കി പറക്കി അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തടത്തും കൊണ്ടുപോകുന്ന സാരികൾ ഇങ്ങനെ അവിടോട്ട് ഇങ്ങനെ മാറ്റി വെച്ചാൽ ഒരുപോലെ കാണും. അമ്പലത്തിലും പോകുന്നതുകൊണ്ട് ദിവസേന നമുക്ക് ഓരോ സാരി വേണമല്ലോ. അപ്പം ഇന്നലത്തെ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഉണക്കി വയ്ക്കാം. കാക്കച്ചി ഇൻട്രോ സമയത്തില്ലായിരുന്നു വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ കാക്കച്ചി ചലച്ച് പറന്ന് പോയി കേട്ടോ. അപ്പോഴേ പിന്നെ എല്ലാം ഞാൻ കഴുകി ഉണക്കി നല്ലതായിട്ട് ഉണങ്ങിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയി അന്നദാനമൊക്കെ കഴിച്ചിട്ട് വന്ന് പിന്നെ കടമനാട്ടൊക്കെ പോയി. മോൾക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു. പോയിട്ട് ഇത് ഇപ്പോഴാണ് വന്നത് കേട്ടോ. അപ്പോഴിനി നമുക്ക് പള്ളിയിൽ റാസയുണ്ട്, അമ്പലത്തിൽ തിരുവാതിരയുണ്ട്. ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോഴേ എങ്ങോട്ടെങ്കിലുമൊക്കെ നമുക്ക് പോകാമല്ലയോ. പിന്നെ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.